കുന്നത്തനാട് മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വി.പി. സജീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടം ഇതിനകം പിന്നിട്ടു. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ എന്തെന്ന് ചോദിക്കുക. അതായത് എൻ.ഡി.എ പറയുന്നത് ത്രികോണ മത്സരമാണെന്നാണ്. അപ്പോൾ എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണെന്നാണ് അവരുടെ ഒരു അവകാശവാദം. പൊതുവിൽ ഈ തവണ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ വലിയ ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഒരു നിർണായക ഘട്ടം കഴിഞ്ഞു. അല്ല, ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ 3 സ്ഥാനാർത്ഥികൾ വരുമ്പം ത്രികോണ മത്സരമാകും. പക്ഷേ ഒന്നാം സ്ഥാനത്ത് യു.ഡി.എഫ് തന്നെയാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ത്രികോണമായിരുന്നു. ഇപ്പോൾ അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ത്രികോണമായി. ആ തെരഞ്ഞെടുപ്പിലെല്ലാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യു.ഡി.എഫ് ഒരടി പോലും പിന്നോട്ട് മാറാതെ നിൽക്കുന്നു. ജനങ്ങളെല്ലാം യു.ഡി.എഫിന് അനുകൂലമായി നിൽക്കുകയാണ്. അത് ഒന്നാം സ്ഥാനത്ത് യു.ഡി.എഫ് തന്നെയാണ്. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ കുറവുള്ളൂ. ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു ഭൂരിപക്ഷമായിരിക്കും വരാൻ പോകുന്നത്. അത് എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്, ശ്രീ ടി.എച്ച്. മുസ്തഫ 58 വോട്ടിന് പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 24,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. അതേ സ്ഥിതിയിലേക്ക് ഭൂരിപക്ഷം മാറും എന്നുള്ളതാണ് ഫീൽഡിൽ നിന്നും ബൂത്തുകളിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്കിൻ്റെ അനുസരിച്ചുള്ള വിവരങ്ങൾ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടമാണോ ഈ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? കാരണം നമുക്ക് 4 പഞ്ചായത്തുകളിൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ പിടിക്കാൻ കഴിഞ്ഞു, മറ്റൊരു പഞ്ചായത്തിലാണെങ്കിലും മികച്ച പ്രകടനമൊക്കെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. അതാണോ ഈ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നൊരു ഘടകം? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ എല്ലായിടത്തും പിണറായി സർക്കാർ മാറണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ വോട്ടർമാർ തന്നെയുണ്ട്. അവരുടെ വോട്ടും ഈ പ്രാവശ്യം യു.ഡി.എഫിന് അനുകൂലമായി വരും. രണ്ടാമത്, 2020 ഇവിടെ നിന്നത് നിഷ്പക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് പറഞ്ഞാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവർ അഴിമതിക്കാരാണ്, കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ കുറേ ആളുകൾ അവരോടൊപ്പം നിന്നു. അവരിപ്പോൾ RSS BJP പാളയത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ 2020 കൊടുക്കുന്ന ഓരോ വോട്ടും അത് BJP കൊടുക്കുന്ന വോട്ടായിട്ടേ ഇവിടുത്തെ ആളുകൾ അതിനെ കാണുകയുള്ളൂ. കാരണം അത്രമാത്രം രാഷ്ട്രീയപരമായ വിവരമുള്ള ആളുകളാണ് അവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ 2020 വോട്ട് ചെയ്തിരുന്ന യു.ഡി.എഫിൻ്റെ അനുഭാവികളായ പഴയകാല കോൺഗ്രസ്സുകാരെല്ലാവരും തന്നെ ഇക്കുറി മാറ്റി പഴയതുപോലെ യു.ഡി.എഫിന് വോട്ട് ചെയ്യുകയാണ്. ഞാൻ ഒട്ടനവധി വീടുകൾ നേരിട്ട് പോവുകയുണ്ടായി. പഴയകാല കോൺഗ്രസ്സുകാർ 2020 പോയ ആളുകളുടെ കുറേ ആളുകളെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു. അവരെല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഞങ്ങൾ വോട്ട് ചെയ്താൽ അത് BJPക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് സാബു എം ജേക്കബ് ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനി ഒരു കാരണവശാലും അവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് ഭൂരിപക്ഷവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിന് തോറ്റപ്പോഴും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ബൂത്ത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞങ്ങളിവിടെ യു.ഡി.എഫ് സ്ഥിരമായി ജയിക്കുന്ന സ്ഥലമാണ്. ഇടയ്ക്ക് അബദ്ധത്തിൽ ചെറിയ പാളിച്ചകൾ സംഭവിക്കുമ്പോൾ മാത്രമേ തോൽക്കാറുള്ളൂ. ആ പാളിച്ചകളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ യു.ഡി.എഫിൻ്റെ മുഴുവൻ ആളുകളും വളരെ സജീവമായി പഴുതടച്ചുകൊണ്ട് പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇടത് ക്യാമ്പ് പറയുന്നത് ഇപ്പോൾ 2020 എൻ.ഡി.എയിൽ പോയി. അപ്പോൾ എൻ.ഡി.എ മുന്നണിയാണ് യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ എൻ.ഡി.എ തോൽപ്പിക്കാൻ ഇടത് മുന്നണിക്ക് വോട്ട് ചെയ്യൂ എന്ന മട്ടിലാണ് അവരുടെ ക്യാമ്പയിൻ. അതിനുള്ള യു.ഡി.എഫിൻ്റെ മറുപടി എന്താണ്? അത് ഇവിടുത്തെ MLA ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇടയ്ക്ക് പറഞ്ഞു, ഞങ്ങളും BJP മുന്നണിയായ എൻ.ഡി.എയും തമ്മിലാണ് മത്സരമെന്ന്. ഒരു ചാനൽ കൊടുത്ത അഭിപ്രായം. അത് അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് BJP ഇച്ചിരി അടുപ്പവും സ്നേഹമൊക്കെ കൂടിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ BJPയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സഹോദരൻ BJP പോയിട്ടുണ്ട്. ഞാൻ ആ കാര്യം പറഞ്ഞിട്ട് ഇതേവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സഹോദരനെ BJPയിലോട്ട് പറഞ്ഞു വിട്ടു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം ദേവികുളം MLA S. രാജേന്ദ്രൻ, അതേപോലെ തന്നെ വൈക്കം MLA K. അജിത്ത്, നാട്ടിക MLA CC മുകുന്ദൻ, ഇവരെല്ലാം XMLAമാരായി കഴിയുമ്പോൾ നേരെ BJP പോയി അഭയം പ്രാപിച്ചു. അപ്പോൾ എന്താണ് അപ്പോൾ അദ്ദേഹം NDAയോട് ഇപ്പോൾ സോഫ്റ്റ് കോർണർ കാണിക്കുന്ന അറിയാൻ പറ്റത്തില്ല. പിന്നെ സാബു ജേക്കബിനെതിരായി നിരന്തരം ഇങ്ങനെ ഞാൻ സാബു ജേക്കബിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിങ്ങനെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനി പോയി സാധനം വാങ്ങിയിട്ട് ഇത് കൊള്ളാമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് അദ്ദേഹത്തെ രഹസ്യമായി പോയി കണ്ട് സഹായം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാബു ജേക്കബിനെതിരെ ഇപ്പോൾ ഒരു അക്ഷരവും മിണ്ടുന്നില്ല. ശ്രദ്ധിച്ചാൽ മതി, സാബു ജേക്കബ് BJP മുന്നണിയുടെ ഭാഗമായതിനു ശേഷം ഒരു അക്ഷരവും മിണ്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഭാവിയിൽ ഇനി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വന്നാലോ എന്ന് കരുതിയായിരിക്കാം ഇപ്പോൾ അദ്ദേഹം നിശബ്ദത പാലിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അവർ തമ്മിൽ 2-ലും 3-ലും തമ്മിൽ മത്സരിച്ചോട്ടെ, യു.ഡി.എഫ് ഒന്നാം സ്ഥാനത്താണ്. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. ഇവരുടെയൊക്കെ മുഖത്തോട്ട് നോക്കി അറിയാൻ പറ്റുമല്ലോ. തൂക്കും
ഇവരുടെയൊക്കെ മുഖത്തോട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഇവരുടെയൊക്കെ മുഖത്തോട്ട് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 100% വിജയപ്രതീക്ഷയാണ്. വിജയപ്രതീക്ഷയല്ല, ഭൂരിപക്ഷം വളരെ നന്നായിട്ട് വരും. വളരെ നന്ദി, എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതാണ് VP സജീന്ദ്രൻ, കുന്നത്തനാടിലെ UDF സ്ഥാനാർത്ഥിയാണ്. വലിയ ആത്മവിശ്വാസം ഇത്തവണയുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കഴിഞ്ഞ തവണ UDFന് അപ്രതീക്ഷിത തോൽവി വഴങ്ങേണ്ടി വന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ എല്ലാം അനുകൂലമാണ്. തികഞ്ഞ വിജയപ്രതീക്ഷ, ഒപ്പം മികച്ച ഭൂരിപക്ഷത്തിൽ കുന്നത്തനാട് തിരികെ പിടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രൻ പങ്കുവയ്ക്കുന്നത്.